ഈ രക്ഷാദൗത്യത്തിന് ഏറ്റവും സഹായകമാകുന്ന വിവരങ്ങളാണ് ഈ അപകടം നേരിട്ട് കണ്ടവർ അല്ലെങ്കിൽ അപകടത്തിന് മുൻപ് അതുവഴി യാത്ര ചെയ്തവർ ഒപ്പം അർജുന്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഒക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ റിപ്പോർട്ടർ തത്സമയം എയർ ചെയ്യുന്നത്. ഈ രക്ഷാപ്രവർത്തനം സുഗമമായി നടക്കണം. ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ അർജുനെ തിരികെ പിടിക്കാനാണ്. അർജുനെ തിരികെ പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളത് വീണ്ടും വീണ്ടും അധികൃതരെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊപ്പം അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ് ഒരു ലോറി ഡ്രൈവറാണ്. ഈ അപകടം ഉണ്ടാകുന്ന വേളയിൽ ഷിരൂരിൽ അഭിലാഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അധികൃതരെ അറിയിക്കാനുള്ള വിവരം. അഭിലാഷ്, ഈ അപകടം നടക്കുമ്പോൾ അഭിലാഷ് അതുവഴി വണ്ടി ഓടിച്ചു പോവുകയായിരുന്നോ? ഈ അപകടം നടക്കുന്നത് അഭിലാഷ് നേരിട്ട് കണ്ടോ? അപകടം നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. 8:45 ഈ മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അവിടെ ആ വഴിയോരത്ത് അർജുന്റെ വാഹനം നിർത്തിയിട്ടിരുന്നതും അഭിലാഷ് കണ്ടു കാണുമല്ലോ. അത്ര വ്യക്തമല്ല, കാരണം ഞാൻ രാത്രി വണ്ടി ഓടിച്ചിട്ട് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വണ്ടി പഞ്ചറായ എന്റെ പേരില് മറ്റേ എന്റെ കൂട്ടത്തിലുള്ള സഹ ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഇപ്പൊ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തുള്ള ഒരു ടയറുടെ ഉണ്ട്. ആ ടയറുടെ വന്ന് പഞ്ചർ ഒട്ടിച്ച് ഞങ്ങൾ ഇറങ്ങലും. അപ്പൊ കടയിലെ ആ ഡ്രൈവർ പറഞ്ഞു, അല്ല കടയിലെ ആൾക്കാർ പറഞ്ഞു, ചേട്ടാ ഒരു 50 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ വണ്ടി ഓഫ് ചെയ്യായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഗംഗാവലി നദി നിറഞ്ഞൊഴുകുകയും പേളിന്ന് മണ്ണിടിഞ്ഞ് വീഴുകയാണ് കേട്ടത്. വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ആ ഒച്ച കേട്ടത്. അപ്പോൾ നോക്കുമ്പോൾ അതേ പുഴയിൽ കൂടെയാണ് ആ ടാങ്കർ ഒഴുകി പോകുന്നത് കണ്ടത്. അതായത് ഈ ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം നദിയിൽ നിന്നാണ് കിട്ടിയത്. കിലോമീറ്ററുകളോളം അത് ഒഴുകി പോയതിനു ശേഷമാണ് കിട്ടിയത്. ആ നദിയിലേക്കാണ്, ആ പഞ്ചർ കടയുടെ തൊട്ടടുത്താണ് ലക്ഷ്മണന്റെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നത്. ആ ചായക്കടയും അഭിലാഷ് കണ്ടിട്ടുണ്ടാകുമല്ലോ. കണ്ടിട്ടുണ്ട്. ആ ചായക്കടയിൽ ഉണ്ടായിരുന്നവരടക്കം ആ വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അഭിലാഷ്? സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ മുതല് നല്ല മഴയായിരുന്നു അങ്ങോട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് കേരളം തൊട്ട് അങ്ങോട്ട് നല്ല മഴയായിരുന്നു. അഭിലാഷ്, അതായത് നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മണ്ണിനടിയിൽ അർജുന്റെ വണ്ടിയുണ്ടോ എന്നതാണ്. ഈ ടാങ്കറിന്റെ ഭാഗം ഒഴുകിപ്പോകുന്നത് മാത്രമാണോ അഭിലാഷ് കണ്ടത്? മറ്റേതെങ്കിലും വാഹനം നദിയിലേക്ക് വീഴുന്നതോ നദിയിലൂടെ ഒഴുകിപ്പോകുന്നതോ തടിക്കഷണം ഒഴുകിപ്പോകുന്നതോ എന്തെങ്കിലും കണ്ടിരുന്നോ? ഒരു കാരണവശാലും ആ വണ്ടി പുഴയിൽ വീഴാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. കാരണം ആ ഗംഗാവലി നദി ഒഴുകുന്നതിന് മുമ്പായിട്ട് വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായത്. അപ്പൊ ആ ടാങ്കർ വന്ന് വെള്ളത്തിൽ പതിഞ്ഞതിന്റെയാണ് ആ ഗംഗാവലി നദി ഒരു 5 മിനിറ്റ് നേരത്തെ റോട്ടിലോട്ട് കയറിയത്. അപ്പോൾ ഞങ്ങൾ ഒഴുകി പോകുന്നത് കണ്ടത് ടാങ്കറാണ്, അല്ലാണ്ട് അർജുന്റെ വണ്ടിയോ അർജുനോ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഒരു കാരണവശാലും ആ വണ്ടി അങ്ങനെ പോകാനും പറ്റൂല. അഭിലാഷ്, ഇത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആ മണ്ണിനടിയിൽ മലയോരത്ത് പാർക്ക് ചെയ്ത ഇടത്ത് തന്നെ അർജുന്റെ വണ്ടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയ്ക്ക് കനം വെക്കുന്നതാണ് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ ഓരോ കാര്യവും. അന്നത്തെ ആ ദിവസത്തെ അതായത് 16-ാം തീയതി രാവിലെ അഭിലാഷ് കണ്ട കാര്യങ്ങൾ ഒന്ന് വിശദമായി ഒന്ന് പറയുമോ അഭിലാഷ്? ഞങ്ങൾ ഇവിടുന്ന് നാസിക്കിന് കൊക്കോലോടും കയറ്റിക്കൊണ്ട് പോവായിരുന്നു. ഞാനും കോതങ്കലത്തുള്ള ഒരു ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറും ഉണ്ട്. അപ്പോൾ ഞാനാണ് രാത്രി വണ്ടി ഓടിച്ചത്. അപ്പൊ ഞാൻ ലാസ്റ്റ് ടോൾ ഗേറ്റിന്റെ അവിടെ വെച്ച് വണ്ടി പഞ്ചറാവുകയും ഞാൻ ഡ്രൈവറെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തിട്ട് ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടന്നു. അപ്പോൾ ഡ്രൈവർ വണ്ടി എടുത്ത് ഈ അങ്കോള മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തെ പഞ്ചർ കടയിൽ കൊണ്ടുവന്ന് പഞ്ചർ ഒട്ടിച്ച് ഇറങ്ങുന്ന നേരമായപ്പോഴത്തേനും ആ കടയിൽ 2 ഭായിമാരെടുത്തുന്ന ഒരു പഞ്ചർ കടയായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, ചേട്ടാ ഒരു 50 രൂപ കുറച്ച് തരാം വാന്ന് പറഞ്ഞതിന്റെ പേരിൽ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ഓഫ് ചെയ്യുകയായിരുന്നു. ഓഫ് ചെയ്ത സമയത്താണ് ഈ വലിയ ഒച്ചത്തോട് കൂടിയിട്ട് ഈ ഗംഗാനദി ഒഴുകി നേരെ റോട്ടിൽ കയറുന്നതും. ആ സെക്കൻഡ് ഒരു എന്നാ പറയുന്ന ഒത്തിരി സെക്കൻഡ് നേരം ആയില്ല, അപ്പൊ തന്നെ ആ മണ്ണ് അവിടുന്ന് വലിയ ശബ്ദത്തോടുകൂടി തന്നെയാണ് ആ മണ്ണിടിച്ചിലും ഉണ്ടായത്. അഭിലാഷ്, അതായത് ഈ പഞ്ചർകട എന്ന് പറയുന്നത് കുറച്ച്, അതായത് ഒരു 100-200 മീറ്റർ അപ്പുറത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടായതിന്റെ കുറച്ച് അപ്പുറത്താണ് അല്ലേ? 200 മീറ്റർ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരു 100-150 മീറ്റർ മാക്സിമം. അതെ, അപ്പൊ അതായത് തൊട്ടടുത്താണ്. അപ്പോൾ ഈ ചായക്കടയും ഈ പഞ്ചറൊട്ടിക്കുന്ന കടയും തമ്മിലും അത്രയും ദൂരമല്ലേ ഉള്ളൂ? അത്രയും ദൂരം തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്തുകൂടി ഈ മണ്ണൊലിച്ച് ഈ വെള്ളത്തിലേക്ക് വീഴുന്നത്, ഗംഗാവാലി നദിയിലേക്ക് വീഴുന്നത് അഭിലാഷ് അതിന്റെ ശബ്ദമാണ് കേട്ടത്? അത് ശബ്ദം നമ്മൾ ഏറ്റവും വലിയ ശബ്ദം കേട്ടത് ഈ ടാങ്കർ വന്ന് വെള്ളത്തിൽ പതിക്കുന്ന ശബ്ദമാണ് കേട്ടത്. അതിനുശേഷം ഈ ടാങ്കർ ഒഴുകി പോകുന്നതും കണ്ടു അല്ലേ? ഈ ടാങ്കർ ഒഴുകി പോയി കണ്ടു. അപ്പത്തേനും അവിടെ ഉള്ള കടയിലുള്ള ആൾക്കാർ, അതായത് സംസ്ഥാനത്തുള്ള ആൾക്കാരുകൾ ഫുള്ളും തന്നെ കൂട്ടത്തിൽ ഓടി വന്നായിരുന്നു. അവിടെ മലയാളികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ 2 പേരും അവിടെ നിന്ന് അപ്പോഴേ ഓടിപ്പോയോ? കാരണം ഈ ടാങ്കർ ഒഴുകി പോകുന്നു, വെള്ളം കരയിലേക്ക് കയറുന്നു, പേടിച്ചോ? 20 മിനിറ്റ് നേരത്തെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ കയ്യും കാലും വരച്ചിട്ട് ഒരടി മുമ്പോട്ടോ പുറകോട്ടോ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു.
നിങ്ങൾ ആ പഞ്ചർ കടയുടെ അവിടെ തന്നെ നിന്നോ അപ്പോൾ? വരുന്ന കണ്ടിട്ട് ഞങ്ങളുടെ വണ്ടി റിവേഴ്സ് വെച്ച് ഞങ്ങൾ അപ്പൊ തന്നെ ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങി. ഞങ്ങളുടെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വണ്ടി പോവാണ്, പൊക്കോട്ടെ, അതിൽ ഫുൾ കവർ ഇൻഷുറൻസ് കിട്ടും, നിങ്ങൾ രണ്ടുപേരും എത്രയും വേഗം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ലോറി അവിടെ തന്നെ ഇട്ടിട്ട് പോവുകയായിരുന്നോ? ലോറി അവിടെ തന്നെ ഇട്ടിട്ട് ഞങ്ങൾ മാറി. അപ്പോൾ നോക്കുമ്പോൾ ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് ഒരു ട്രെയിലർ ടാങ്കർ ഒരെണ്ണം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവർ കുറെ നേരമായിട്ട് ആ ടാങ്കർ അവിടെ നിന്ന് അനങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവറാണ് ആ ടാങ്കർ പോയി അവിടെ നിന്ന് എടുത്ത് മാറ്റി ഒരു 1/2 കിലോമീറ്ററോളം മാറ്റി കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്നിട്ടത്. അല്ലെങ്കിൽ ആ ടാങ്കറും വെള്ളത്തിൽ തന്നെ പോയത്. അതായത് ആ ചായക്കടയുടെ ഇപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ടാങ്കർ അത് അഭിലാഷിന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ മാറ്റിയിട്ടു. അത് തന്നെ. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഒരു ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം വീണത്, അപ്പോഴുണ്ടായ ശബ്ദം, പിന്നീട് അത് മാത്രം ഒഴുകി പോകുന്നതേ കണ്ടു എന്നുള്ളത് ഉറപ്പല്ലേ അഭിലാഷ്? ാണ് ഒഴുകി പോയിട്ടുള്ളൂ. ഒരു കാരണവശാലും അർജുൻ ഉപയോഗിച്ച വാഹനം ആ വഴിക്ക് ആ വെള്ളത്തിലോട്ട് പോകാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. കാരണം ആ തിട്ടയോട് ചേർന്ന് കിടന്ന ആ വാഹനം നിർത്തിയാണ് അർജുൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മണ്ണിടിഞ്ഞ ആ വാഹനത്തിന്റെ മേലിലോട്ട് പതിച്ച് അവിടെ വാഹനം നിൽക്കുകയേ ഉള്ളൂ. അല്ലാണ്ട് വാഹനം ഒഴുകിപ്പോക്ക് നടക്കൂല. ഈ ഒഴുകിപ്പോയ വാഹനം ഈ നമ്മുടെ ഈ ചായക്കടയുടെ അടുത്ത് ഒതുക്കിയിട്ടിരുന്ന വാഹനമാണ് ഈ ഒഴുകിപ്പോയത്. കാരണം ഈ മണ്ണ് വന്ന് ചാടിയതിന്റെ ആ ഫോഴ്സിലാണ് ഈ വാഹനം തെറിച്ചു പോകുന്നത്. ഓക്കെ, അതായത് ആ ചായക്കടയും ഒഴുകിപ്പോയിട്ടുണ്ട്, ചായക്കടയിൽ ഉണ്ടായിരുന്നവരും മരിച്ചു. അപ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്ന ടാങ്കറാണ്, അതായത് ആ ടാങ്കറിന്റെ ബുള്ളറ്റാണ് കിട്ടിയത്. ആ ഡ്രൈവറുടെ മൃതദേഹവും പിന്നീട് കിട്ടി. ഈ മണ്ണ് വന്ന് ഗംഗാവാലി നദിയിലേക്ക് പതിക്കുന്നത് അഭിലാഷ് കണ്ടോ? അഭിലാഷ്, ആ മലയിടിഞ്ഞ് ആ മണ്ണ് ഒന്നാകെ ഒലിച്ച് 2 വഴികളും 2 റോഡും കടന്ന് നദിയിലേക്ക് വീഴുന്നത്, ഒരുപാട് മണ്ണ് ആ നദിയിലേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി പിന്നീട് നോക്കിയിരുന്നു അഭിലാഷ്? അവിടെ പോയി നോക്കുമ്പോഴാണ് ഈ ടാങ്കർ ഈ ശബ്ദം എന്താണെന്ന് നമുക്ക് വ്യക്തമായില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ ടാങ്കർ ഒഴുകി പോകുന്നതും ഇതേപോലെ മൺതിട്ട കൂന കൂട്ടി വെള്ളത്തിന്റെ അടിയിൽ വെള്ളത്തിന്റെ പുറത്ത് നിൽക്കുന്നതും കാണുന്നത്. അതായത് അപ്പോൾ തന്നെ പോയ ആ മണ്ണാണ് നമ്മളിപ്പോൾ കാണുന്ന നദിയുടെ നടുവിലുള്ള മൺകൂന. അപ്പോൾ തന്നെ പോയ മണ്ണാണ് കാണുന്നത്. ഈ അർജുന്റെ വണ്ടി ഇതിനൊപ്പം റോഡിന്റെ മറുഭാഗത്തേക്ക് മണ്ണിനൊപ്പം എത്താനുള്ള സാധ്യതയുണ്ടോ അഭിലാഷ്? ഒരു കാരണവശാലും പോകാൻ സാധ്യതയില്ല. കാരണം ആ റോഡിന്റെ സെൻട്രലായിട്ട് ഈ ക്രോസ് ബാറുകൾ, അതായത് ഈ കെട്ടായിട്ട് 2 സെക്ഷനായിട്ടാണല്ലോ ലൈൻ തിരിച്ചിട്ടേക്കുന്നത്. ഒരു കാരണവശാലും ആ വണ്ടി അപ്പുറത്ത് ഡിവൈഡർ, ഒരു കാരണവശാലും വണ്ടി ആ സിറ്റിന്റെ സൈഡിലാ അർജുൻ ഒതുക്കിയിട്ടത് കിടന്നിട്ടുണ്ടോ ഉള്ളതെങ്കിൽ ഒരു കാരണവശാലും വണ്ടി അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് പോകാൻ ഒരു കാരണവശാലും സാധിക്കില്ല. കാരണം ആ മണ്ണ് വന്ന് നേരെ വണ്ടിയുടെ മുകളിലോട്ടേ പതിക്കുന്നുള്ളൂ. അപ്പോൾ വണ്ടി ഇരുന്ന് പോയിട്ടുണ്ടാവും അല്ലേ? അത്രയും കനത്തിൽ വണ്ടി മണ്ണിന്റെ അടിയിൽ ഇരുന്ന് പോയിട്ടുണ്ട് എന്നാണ് എനിക്കും എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവർക്കും പറയാനുള്ളത്. അപ്പോൾ ആ മലയോരത്ത് ചേർത്തിട്ടിരിക്കുന്ന ഭാഗത്ത് അവിടെ നമ്മൾ തെരഞ്ഞേ പറ്റൂ, അവിടെ തന്നെ ആയിരിക്കും ഈ വണ്ടി എന്നല്ലേ അഭിലാഷ് പറഞ്ഞതിന്റെ ചുരുക്കം? അവിടെ തന്നെയാണ് വണ്ടി ഉണ്ടാവാൻ സാധ്യത. അഭിലാഷ്, ഈ മണ്ണ് ഒലിച്ചു പോകുന്നത്, ഒപ്പം ഈ ടാങ്കർ ഒലിച്ചു പോകുന്നത്, ഈ ശബ്ദം കേട്ട് എത്ര സമയത്തിന് ശേഷമാണ് കണ്ടത്? ആ ശബ്ദം കേട്ട ഉടനെയാണോ? കാരണം പഞ്ചർ കടയുടെ അവിടെ നിൽക്കുകയായിരുന്നു. കേട്ട ഉടനെ തന്നെയാണ് ഞങ്ങൾ പോയി നോക്കിയത്. അപ്പത്തേനും ഗംഗാ നദി ഒഴുകി കരയ്ക്ക് കയറിയായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങളുടെ വണ്ടി ഒരാളെ നമ്മൾ കൂലിക്ക് ഓടിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് കൂലിക്ക് ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ 10-50 ലക്ഷം രൂപ വിലയുള്ള ഒരു വണ്ടി നമ്മൾ ഏൽപ്പിച്ച് മുതലാളി തന്നു വിടുമ്പോൾ ആ തിരിച്ച് സുരക്ഷിതമായിട്ട് കൊണ്ടേ കൊടുക്കുന്ന ചുമതല നമുക്കുണ്ടല്ലോ. അതിന്റെ പേരിൽ ഈ വെള്ളം വരുന്നത് കണ്ട് ഞങ്ങൾ വണ്ടി റിവേഴ്സ് വെച്ച് കഴിഞ്ഞ അപ്പൊ തന്നെ വീണ്ടും അവിടുന്ന് മണ്ണിടിച്ചിലുണ്ടായി. വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഈ മൺതിട്ട കൂന കൂട്ടി നിൽക്കുന്നതും ഈ ടാങ്കർ ഒഴുകി പോകുന്നതും കാണുന്നത്. ഗംഗാവലി ഒരു 5 മിനിറ്റ് നേരത്തെ റോട്ടിലേക്ക് കയറി ഒഴുകിയായിരുന്നു. മനസ്സിലായി. അതാണ് ആ ചെളിയും എല്ലാം കൂടി കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്നത്. ഒരു കാര്യം കൂടി അഭിലാഷ്, അതായത് ഈ ഗംഗാവാലി നദി മറുഭാഗത്തേക്ക്, അതായത് നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിലേക്ക് കയറി, അതുപോലെ മറുകരയിലും വീടുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നദിയിലേക്ക് ഈ ടാങ്കർ വീണതിന്റെ ആ ഒരു ആഘാതത്തിൽ നദി നിറച്ച് വെള്ളമായിരുന്നു. അപ്പോൾ ഈ ടാങ്കറും കൂടി വീണപ്പോൾ ഇത്രയും മണ്ണും അങ്ങോട്ട് ഒലിച്ചെത്തിയപ്പോൾ മറുകരയിലേക്ക് കയറുന്നത് കണ്ടിരുന്നോ? മറുകരയിലോട്ട് കയറുന്നത് ഞങ്ങളില്ല. കാരണം ഈ ടാങ്കർ വന്ന് പതിച്ചത് നല്ല വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ടാങ്കർ വന്ന് പതിച്ചതും മണ്ണിടിഞ്ഞു. ആ ശബ്ദവും മണ്ണൊലിച്ചു വരുന്നതുമാണ് കണ്ടത്.
ഈ വെള്ളം വരുന്നത് കണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. വെള്ളം വരുന്നത് കണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ വണ്ടി റിവേഴ്സ് ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി മാറി അവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറി ഞങ്ങൾ പുറകെ നിന്നു. അത് കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ആ നദിയുടെ അടുത്തോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി അഭിലാഷ്, അതായത് ഈ ടാങ്കറിന്റെ ബോഡിയും അതോടൊപ്പം തന്നെ ആ ടാങ്കറിന്റെ ഇന്ധനം നിറയ്ക്കുന്ന ബുള്ളറ്റും ഉണ്ടല്ലോ, അപ്പോൾ ആ ബുള്ളറ്റ് ഭാഗമാണ് അഭിലാഷ് കണ്ടതല്ലേ? ടാങ്കറിന്റെ മറ്റ് ഫ്രണ്ട്, അതായത് എഞ്ചിൻ അടക്കമുള്ള ഡ്രൈവറുടെ ക്യാബിൻ അടക്കമുള്ള ആ ഭാഗം കണ്ടില്ലല്ലോ അല്ലേ? കാണില്ല. ഈ ബുള്ളറ്റ് ആ ടാങ്കർ ഭാഗം മാത്രമാണ്. ഈ രണ്ട് മറച്ചിൽ അതായത് നമ്മൾ ഈ നീന്തി അതായത് ഒരു സാധനം വെള്ളത്തിനകത്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നീന്തി പോകുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ ഈ ടാങ്കറിനൊക്കെ, രീതിയിലാണ് ഈ ടാങ്കർ ഒഴുകി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ആ വാഹനത്തിൽ നിന്ന് ആ ബുള്ളറ്റ് ഭാഗം വേർപെട്ട് വെള്ളത്തിലേക്ക് പതിക്കുന്ന ഒച്ചയും പിന്നീട് അത് ഒഴുകി പോകുന്നതുമാണ് അഭിലാഷ് കൃത്യമായി കണ്ടത്. അതെ. അപ്പോൾ ആ വണ്ടിയുടെ ബാക്കി ഭാഗം മണ്ണിനടിയിൽ ഇരുന്ന് പോയിട്ടുണ്ടാകും അല്ലേ? ഇപ്പോൾ എല്ലാരും പറയുന്ന ഡൗട്ടില്ല, മൺതിട്ടയുടെ അടിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വാഹനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ബുള്ളറ്റ് വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗമായിരിക്കാനാണ് സാധ്യത. അതായത് ആ ഏത് ഭാഗത്താണ്, അതായത് മലയോട് ചേർന്നുള്ള ഭാഗത്ത് അർജുൻ വാഹനം നിർത്തിയിട്ടതിന്റെ പിൻഭാഗത്താണ് ഈ ടാങ്കർ ഗംഗാ നദിയുടെ നടുക്ക്, മന്ദിട്ട കോല കൂട്ടി നിൽക്കുന്നുണ്ടല്ലോ ഗംഗാ നദിയുടെ നടുക്ക്, അതിന്റെ അടിയിൽ കാണാൻ സാധ്യതയുള്ള വാഹനം എന്ന് എന്റെ നിഗമനത്തിൽ പറയുന്നത് ആ ബുള്ളറ്റ് വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗം വായിക്കാനാണ് സാധ്യത. ഓക്കെ, ഒരു കാര്യം ചെയ്യാം അഭിലാഷ്, നമുക്ക് ഇപ്പോൾ ആ ദൃശ്യത്തിലേക്ക് കൂടി പോകാമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് അഭിലാഷിന് ഇപ്പോൾ ഈ റിപ്പോർട്ടർ TV ഒന്ന് യൂട്യൂബിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഭിലാഷ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ദൃശ്യം കാണിച്ചു തന്നാൽ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ആ കാര്യങ്ങൾ അഭിലാഷിന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഒന്ന് യൂട്യൂബിൽ റിപ്പോർട്ടർ TV ഒന്ന് എടുക്കുമോ? ഞാൻ ലൈവ് ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അഭിലാഷ്, ഞാൻ ആ മൺതിട്ട ഞാൻ കാട്ടിത്തരാം. നമുക്ക് അതിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു. അഭിലാഷ് ഇപ്പോൾ നോക്കൂ, നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ക്യാമറയിൽ അതൊന്ന് സൂം ചെയ്ത് അഭിലാഷിന് കാണിച്ചു കൊടുക്കാം. ഈ ഒരു മൺതിട്ട, അതായത് ഈ നദിയുടെ, ഗംഗാവാലി നദിയുടെ നടുവിലായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മൺതിട്ടയാണ്. അതിന് പുറത്ത് ഈ മലയിൽ നിന്നും ഇടിഞ്ഞു വീണതെന്ന് നമുക്ക് ന്യായമായും സംശയിക്കാവുന്ന വലിയ കല്ലുകളുണ്ട്, ഒപ്പം കടപുഴകി വീണ മരത്തിന്റെ ഭാഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അഭിലാഷ് ഉദ്ദേശിച്ചത് ഈ മൺതിട്ട തന്നെയല്ലേ? അത് തന്നെ, ആ മൺതിട്ട തന്നെ. ഇതിനടിയിൽ ആ ബുള്ളറ്റ് വേർപെട്ട് ഒഴുകിപ്പോയ ആ ടാങ്കറിന്റെ ബാക്കി ഭാഗം ഉണ്ടാകാം അല്ലേ? അവിടെ ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഒരു കാരണവശാലും എഞ്ചിൻ, അതായത് ബുള്ളറ്റ് എഞ്ചിനോട് കൂടി, അതായത് നമ്മുടെ ബോഡിയോട് കൂടി ആ ബുള്ളറ്റ് മറിഞ്ഞു പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു കാരണവശാലും ആ ബുള്ളറ്റ് ഒഴുകി പോകില്ല. ഓക്കെ, അപ്പോൾ ബുള്ളറ്റിന്റെ ബോഡി നദിയുടെ നടുഭാഗത്തേക്ക് വന്ന് മണ്ണിൽ ഉറച്ചിട്ടുണ്ടാകണം അല്ലേ അഭിലാഷ്? ഉറച്ചിട്ടുണ്ടാവണം, അത് തന്നെയാണ് എന്റെ നിഗമനം. ഈ ഒരു വാഹനം മാത്രമേ ഗംഗാവാലി നദിയിൽ പതിച്ചിട്ടുണ്ടാകുള്ളൂ? കാരണം അവിടെ 3 വാഹനങ്ങളാണ് ഒരേ സമയം ഉണ്ടായിരുന്നത്. അതിൽ നിങ്ങൾ മാറ്റിയിട്ട ബുള്ളറ്റ് ടാങ്കർ എന്ന് പറയുന്നത് മലയോരത്ത് കിടന്നതല്ല, മറിച്ച് ചായക്കടയുടെ സൈഡിൽ കിടന്നതാണ്. അല്ല, ഞങ്ങൾ മാറ്റിയിട്ട ബുള്ളറ്റ് എന്ന് പറയുന്നത് ഈ മണ്ണിടിഞ്ഞ് വീട് ആ സ്പോട്ടിന്റെ സൈഡിൽ കിടന്ന ബുള്ളറ്റാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ ആ ബുള്ളറ്റിന്റെ തൊട്ടിപ്പുറത്ത് വരെ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നോ? ഗംഗാ നദിയിലോട്ട് തന്നെ ആയിട്ടാണ് ആ മണ്ണിടിഞ്ഞ് വീണ് കിടന്നത്. അതായത് നമുക്ക് ഇത്ര ടണ്ണ് മണ്ണെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ പോയാലും ഞങ്ങളുടെ 2 വണ്ടി പൊക്കത്തിന് മേലെ മണ്ണുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും മണ്ണിടിഞ്ഞ് ആ നമ്മുടെ ടവർ ഉണ്ടല്ലോ, നിങ്ങൾ കാണിക്കുന്ന ടവർ ഉണ്ടല്ലോ, അതെ, ടവർ ആകാശത്തോട്ട് പറക്കുന്ന രീതിയിലാണ് മണ്ണ് ഇടിഞ്ഞു പോരുന്നത്. ടവർ പറന്നാണ് ആ ഇപ്പുറത്ത്, അതായത് ആകാശത്തോട്ട് പറക്കുകയാണ് ഈ ടവർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ മലമുകളിലാണ് ആ ടവർ നിന്നിരുന്നത്. ആ ടവർ നിന്നിരുന്നതിന് ഇപ്പുറത്തേക്കുള്ള ഭാഗമാണ് ആ മണ്ണിടിഞ്ഞ് വീണത്. നമുക്ക് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതനുസരിച്ച് ഒരു ബുള്ളറ്റ് ടാങ്കർ നദിയിലേക്ക് വീണിട്ടുണ്ട്. ആ നദിയിൽ വീണ ബുള്ളറ്റ് ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം, ഇന്ധനം നിറയ്ക്കുന്ന ഭാഗം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണാം അഭിലാഷ്, അതിലേക്ക് കൂടി പോകാം. അഭിലാഷിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അഭിലാഷ്, ഒരു കാര്യം കൂടി, ഞാൻ ആ ദൃശ്യം എടുക്കുന്നതേ ഉള്ളൂ. അഭിലാഷ്, ഈ ഒരു അഭിലാഷിന്റെ വാഹനത്തിൽ ഡാഷ് ക്യാം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ പതിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദൃശ്യങ്ങൾ? എന്റെ വാഹനത്തിൽ ഡാഷ് ക്യാം ഇല്ല. പുത്തൻ വണ്ടിയാണ്, ഡാഷ് ക്യാം ഇല്ല വാഹനത്തിൽ. ഓക്കെ അഭിലാഷ്, നമ്മളിപ്പോൾ കാണുന്നത് ഈ അപകടമുണ്ടായ സ്ഥലമാണ്. ആ അപകടമുണ്ടായ സ്ഥലത്തെ രക്ഷാപ്രവർത്തനമാണ് നമ്മൾ
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഗംഗാവാലി നദിയിൽ ആ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലം അഭിലാഷ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തന്നു. ഇത് ഗംഗാവാലി നദിയിലെ മറ്റൊരു ഭാഗമാണ്. മറ്റൊരു ഭാഗമാണിത്. ഇവിടെ നമുക്കറിയേണ്ട കാര്യം, ഈ മണ്ണ് നടുക്ക് ഇപ്പോൾ, അതായത് നദിയുടെ ഏകദേശം ഒത്ത മധ്യഭാഗത്താണ് ഇപ്പോൾ ഈ മണ്ണ് കൂടിക്കിടക്കുന്നത്. അഭിലാഷ് കാണുന്നുണ്ടല്ലോ അല്ലേ? അവിടെ 3 മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഈ നദിയിലേക്ക് പതിക്കാൻ സാധ്യതയുള്ളത് ഈ ബുള്ളറ്റ് ടാങ്കറും ആ ടാങ്കറിന്റെ ഭാഗവുമാണ്. ബുള്ളറ്റ് ഭാഗം ഒഴുകി പോകുന്നത് അഭിലാഷ് കാണുകയും ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ബാക്കി ഭാഗങ്ങൾ, ഈ നദിയോട് ചേർന്ന് കിടന്ന വണ്ടിയുടെ ബാക്കി ഭാഗങ്ങൾ ഇതിനടിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചായക്കടയുണ്ടായിരുന്ന ഭാഗത്ത് നിന്നാണോ കൃത്യമായി ഈ ടാങ്കർ ഒഴുകി വരുന്നതായി കണ്ടത്? ചായക്കട ഇരുന്ന ഭാഗത്തുനിന്നാണ് ടാങ്കർ പോയത്. ചായക്കട ഇരുന്ന ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ടാങ്കർ ആണ് എന്നുള്ളത് അഭിലാഷ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ദൃക്സാക്ഷിയാണ് അഭിലാഷ്. നിർണായകമായ വെളിപ്പെടുത്തലാണ് അഭിലാഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ 3 മൺകൂനകളാണ്. ഇതിന്റെ എതിർഭാഗത്ത് അഭിലാഷ്, നദിയിൽ നിന്ന് വെള്ളം കരയിലേക്ക് കയറുന്നത് അഭിലാഷ് കണ്ടതും ഈ ചായക്കട ഇരുന്ന ഭാഗത്ത് തന്നെയല്ലേ? അല്ല, ചായക്കട ഇരുന്ന ഭാഗത്തല്ല. ഞാൻ പഞ്ചർ ഒട്ടിച്ചു എന്ന് പറഞ്ഞ കടയുണ്ടല്ലോ. അഭിലാഷ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് നദിയുടെ മറുകരയിൽ മണ്ണ് പോയതായുള്ള ഒരു ഭാഗം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ അതൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെയുള്ളവരെ ഇപ്പോൾ കാണാതായി എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മണ്ണ് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കൃത്യമായി. ഇവിടെയും മണ്ണ് പോയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 ഭാഗങ്ങളിൽ മണ്ണ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള 3 വീടുകളും ഒലിച്ചു പോയിട്ടുണ്ട്. അഭിലാഷ്, അപ്പോൾ ഇരുകരകളിലേക്കും ഈ ടാങ്കർ വീണതിന്റെ ഒരു പ്രഹരം, അതുപോലെ തന്നെ ടൺ കണക്കിന് മണ്ണ് ഒലിച്ചെത്തിയതിന്റെ ഒരു പ്രഹരം, ഈ 2 പ്രഹരങ്ങളും കൊടുത്ത ഒരു ആഘാതം ഉണ്ടാകുമല്ലോ. അതിനനുസരിച്ച് മറുകരയിലേക്കും വെള്ളം ഇതുപോലെ തന്നെ കുതിച്ചു കയറാനുള്ള ഒരു സാധ്യതയില്ലേ അഭിലാഷ്? ഉണ്ട്, വളരെ സാധ്യത കൂടുതലാണ്. കാരണം അത്രയ്ക്കും വലിയ ഒരു ആഘാതമാണ് അവിടെ നടന്നത്. കാരണം ആ മല എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഊഹിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മണ്ണുകളാണ് ആ മലയിൽ നിന്ന് ഇടിഞ്ഞു വീണ് റോട്ടിലോട്ടും ഗംഗയിലോട്ടും പതിച്ചേക്കുന്നത്. നമ്മൾ ഈ നാട്ടിലൊക്കെ ഉരുൾപൊട്ടലിന്റെ വിഷ്വലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ, അതുപോലെയുള്ള ഒരു ദൃശ്യമായിരുന്നു. ഏകദേശം ഉരുൾപൊട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഇതിനെ മണ്ണിടിച്ചില് എന്ന് പറയാൻ പറ്റുള്ളൂ. ഉരുൾപൊട്ടിയിട്ടില്ല അവിടെ. അതായത് പെട്ടെന്ന് ഞാൻ ചോദിക്കാൻ കാരണം, ഉരുൾപൊട്ടി വരുമ്പോൾ വളരെ വേഗത്തിലാണ് ഈ വെള്ളവും എല്ലാം കൂടി മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വരുന്നത്. അതേ ഒരു വേഗത ഈ മണ്ണ് വരുന്നതിനുണ്ടായിരുന്നു. ഈ മണ്ണ് വരുന്നതിന് അതേ ഒരു വേഗത ഉണ്ടായിരുന്നു. കാരണം ഒരു ചെരിവ് പ്രദേശമാണത്. ഈ ചെരിവ് പ്രദേശത്തുനിന്ന് അടിഭാഗത്തുനിന്ന് മണ്ണ് ആദ്യമായി ഇടിഞ്ഞു വീഴുന്നതിനനുസരിച്ച് മേലിൽ നിന്ന് വരുന്ന മണ്ണിന്റെ പവർ കൂടുതലായിരിക്കും. അതിനനുസരിച്ച് മണ്ണ് പോകുന്ന വേഗതയും കൂടുതലായിരിക്കും. അപ്പോൾ അതേ വേഗതയിൽ ഈ മണ്ണ് വന്ന് ഈ നദിയിലേക്ക് പതിച്ചിട്ടുണ്ട്. ഈ നടുക്ക് കിടക്കുന്ന മണ്ണൊക്കെ ടൺ കണക്കിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറേയൊക്കെ നദിയിലൂടെ ഒഴുകി പോയിട്ടുമുണ്ടാകും. കുറെ ഇതൊക്കെ നദിയിലൂടെ ഒഴുകി പോയിട്ടുണ്ടാകും. പിന്നെ പോയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്തു വന്നാലും ആ അടിഭാഗം സെൻട്രൽ ഭാഗം നോക്കിയാണ് ഈ മണ്ണിന്റെ ആദ്യ വശം ഇടിയുള്ളൂ. ചെരിവുള്ള പ്രദേശമായതുകൊണ്ട് അടിയും സെൻറ്ററും ചേർത്താണ് ആദ്യം ഇടിയുള്ളൂ. അപ്പൊ ആ ഇടിഞ്ഞു വീണേക്കുന്ന മണ്ണ് അർജുന്റെ വണ്ടിയുടെ മേളിലും ബാക്കി വന്നേക്കുന്ന മണ്ണാണ് ഈ ഒലിച്ചു പോയേക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പുഴയുടെ മറുഭാഗത്ത് കരയിടിഞ്ഞത് നമുക്ക് കാണാം. ഈ 2 പോയിന്റുകളിലും കരയിടിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലായിരിക്കാം ആ 3 വീടുകൾ ഉണ്ടായിരുന്നത്. അവിടെയുള്ള ഗൃഹനാഥന്മാരെ കാണാനില്ല, അവരെ കിട്ടിയിട്ടില്ല, വീടൊലിച്ചുപോയി എന്ന പരാതിയുമായി ആളുകൾ വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അക്കാര്യവും അഭിലാഷ് സ്ഥിരീകരിക്കുകയാണ്. അഭിലാഷ്, ഇനി അറിയേണ്ടത്, നമുക്ക് ഈ ഒരു നദിയിൽ നിന്നുള്ള വെള്ളം ഒലിച്ച് മറുകരയിലേക്ക്, അതായത് അഭിലാഷ് നിന്ന ഭാഗത്തേക്ക് എത്രത്തോളം കയറി? അതായത് 2 പാതയാണല്ലോ, ദേശീയപാതയുടെ 2 ഭാഗങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ എത്ര ഭാഗത്തേക്ക് അത് വന്നിട്ടുണ്ടാകും? അങ്കോളയിൽ നിന്ന് അതായത് നമ്മുടെ ഗോകർണയിൽ നിന്ന് ബെൽഗാമിന് പോകുന്ന വഴിയിലോട്ടാണ് ഈ വെള്ളം വന്ന് കയറിയിരിക്കുന്നത്. അതായത് ആ റോഡിന്റെ പകുതിയോളം വരെ വെള്ളം വന്നായിരുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ഞാൻ അഭിലാഷ് കാണിച്ചു തരുന്നത് ആ ദേശീയപാതയുടെ ഭാഗത്ത് മണ്ണ് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ വെള്ളം എവിടെ വരെ കയറിയിട്ടുണ്ടാകും? ഈ JCB ഒക്കെ കിടക്കുന്ന ഭാഗം വരെ വെള്ളം വന്നിരുന്നോ? JCB ഒക്കെ കിടക്കുന്ന ആ ഭാഗം, അതായത് ആ ടയർ കട ഞാൻ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ടയർ കട ഞാൻ പറഞ്ഞ ആ ടയർ കടയും കഴിഞ്ഞ് ഏകദേശം ഒരു 150-200 മീറ്ററോളം വെള്ളം കയറി വന്നായിരുന്നു. അതായത് ആ റോഡിന്റെ സെൻട്രൽ ഭാഗം വരെ വെള്ളം കയറി വന്നു. റോഡിന്റെ മധ്യഭാഗം വരെ, അതായത് ബെൽഗാമിലേക്ക് പോകുന്ന ആ വഴിയിലേക്ക് പൂർണ്ണമായും വെള്ളം കയറി.
ഓക്കെ, നമുക്ക് പഴയ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാം. അഭിലാഷ്, അതുകൂടി ഒന്ന് പറയണം. നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഗംഗാവാലി നദിയാണ്. ഈ ഗംഗാവാലി നദിയിൽ നിന്നുള്ള വെള്ളം ഇരച്ചു കയറി വന്നത് ഈ വഴിയാണ്. ഇവിടെയാണ് നമ്മുടെ ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നത്. ആ ചായക്കടയുടെ മുൻവശത്തായി പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് ടാങ്കറാണ് ഈ നദിയിലേക്ക് പതിച്ചത്. അതിൻ്റെ ബുള്ളറ്റാണ് ഒഴുകി നീങ്ങുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ടാങ്കറാണ് ആ ഒഴുകി നീങ്ങിയ ടാങ്കർ. അതിലെ ഡ്രൈവറുടെ മൃതദേഹം അടക്കം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അന്ന് തന്നെ കിട്ടിയതാണ്. അഭിലാഷ്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ അപകടം നടന്ന സ്ഥലമാണ്. ആ അപകടം നടന്ന സ്ഥലം ഇവിടെ ഈ പഞ്ചർകട എന്ന് പറയുന്നത് ഏകദേശം ഏത് ഭാഗത്തായിരിക്കും? സ്ക്രീനിൽ ഇപ്പോൾ അഭിലാഷിന് കാണാമെന്ന് പഞ്ചർകട എന്ന് പറയുന്നത് അതിന്റെ പുറകുവശത്തായിട്ട് വരും. അതായത് ബെൽഗാമിൽ നിന്ന് നമ്മൾ ഗോകർണയ്ക്ക് വരുന്ന വഴിയിൽ ഏകദേശം അതായത് ആ ചായക്കട കഴിഞ്ഞ് ഒരു 150 മീറ്റർ മാക്സിമം ഒരു ടയർ കട ഉണ്ടായിരുന്നു. അവിടെ ഒരു കരിക്ക് കച്ചവടം നടത്തുന്ന ഒരു കരിക്കച്ചവടം നടത്തുന്ന ഒരു കടയും കൂടി ഉണ്ടായിരുന്നു അവിടെ. അതായത് നമ്മുടെ അവിടെ ആ വലതുഭാഗത്ത്, അതായത് വലതുഭാഗത്ത് ഒരു ടവർ ഉണ്ടല്ലോ, അത് മലമുകളിലല്ല, അല്ലാതെ മറുഭാഗത്തും ഒരു ടവർ ഉണ്ടല്ലോ. ആ ടവറൊക്കെ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരണോ? മുന്നിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ഡാറ്റ ടീം നമുക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് വരാം. കുറച്ചുകൂടി മുന്നിലേക്ക് വരുമ്പോൾ ഈ അപകടമുണ്ടായ സൈറ്റിൽ നിന്ന് ഒരു 150 മീറ്റർ കഴിഞ്ഞിട്ടാണ് പഞ്ചറുകട. ലക്ഷ്മണന്റെ ചായക്കട ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് അവിടെ നിന്ന് ഒരു 150 മീറ്ററെങ്കിലും ദൂരം കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഈ പറയുന്ന ഇതും കഴിഞ്ഞിട്ട്, അതായത് ഈ വെള്ളം കയറി വന്നത്. ഈ പഞ്ചറുകടയുടെ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറി വന്നിരുന്നോ? പഞ്ചറുകടയുടെ ഭാഗത്തോട്ടൊക്കെ വെള്ളം കയറി വന്നിരുന്നു. ആ വെള്ളം കയറി വരുന്നത് കണ്ട് പേടിച്ചിട്ടാണ് ആ ഭായിമാര് പെട്ടെന്ന് തന്നെ കട എടുത്ത് അവന്മാര് പോവുകയായിരുന്നു. ഓക്കെ, അതായത് അതിന് തൊട്ടടുത്ത് വരെ ഗംഗാവാലിയിലെ വെള്ളം കയറി വന്നു. പക്ഷേ മണ്ണിടിഞ്ഞ് വീണത് ഒരു 150 മീറ്റർ ഇപ്പുറം വരെ മാത്രമാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വഴി, അത് അഭിലാഷ് വന്ന വഴി, അഭിലാഷ് വണ്ടി നിർത്തിയിട്ട വഴി, ഇപ്പോൾ അത് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മരമാണ് ഇതാണ് കാണുന്ന കട. ആ മരത്തിന്റെ മറുഭാഗത്തുള്ള കട, പഞ്ചർ കട. അത് തന്നെ, ഇതാണ് ആ കാണുന്ന കട. ആ കാണുന്ന കടയുടെ സൈഡിൽ കൂടെയാണ് വെള്ളം കയറി വന്നത്. ഓക്കെ, അവിടെ കാണുന്ന ആ ഒരു അവിടെ വരെ വെള്ളം കയറി. നമുക്കതൊന്ന് സൂം ചെയ്യാമെന്ന് തോന്നുന്നു. അവിടെ കാണുന്ന അതാണ് പഞ്ചർ കട. ഇതല്ലേ കട? അത് തന്നെ. അതിന്റെ അകത്ത് പഞ്ചർ, ഇതിപ്പോ ഒരു ചായക്കടയാണ്. അതിന്റെ തൊട്ടിപ്പുറയായിട്ട് ആ ഒരു ഓല കെട്ടിയേക്കുന്നത് കണ്ടില്ലേ? അവിടെയാണ് പഞ്ചർ കട. അതെ, ഒരു ആർച്ച് പോലെയൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അവിടെയാണ് പഞ്ചർ കട. അതാണ്, നമുക്ക് അതിലേക്കൊന്ന് സൂം ചെയ്യാം. ആ കാണുന്ന പഞ്ചർ കടയിൽ അതിന്റെ മുൻഭാഗത്ത് അവിടെയാണ് അപ്പോൾ വണ്ടി ഇട്ടിരുന്നത് അല്ലേ അഭിലാഷ്? ഞാൻ വണ്ടി ഇട്ടിരുന്നത് അവിടെയാണ് അഭിലാഷ് വണ്ടി ഇട്ടിരുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് വരെ ഈ വെള്ളം കയറി വന്നു. അതിന് തൊട്ടിപ്പുറത്തുള്ളത് ലക്ഷ്മണന്റെ കടയാണോ? അതിന്റെ തൊട്ടിപ്പുറത്തുള്ളത് ലക്ഷ്മണന്റെ കടയല്ല, അത് വേറൊരാളുടെ കടയാണ്. ആളുടെ പേര് എനിക്കറിയത്തില്ല. അവിടെ മുമ്പോട്ട് പോകണം. ആ കടയ്ക്ക് ടയർ കടയ്ക്ക് രണ്ടിനും സംഭവിച്ചിട്ടില്ല. കാണുന്ന ചായക്കടയുടെ സൈഡിൽ കൂടെയാണ് ഈ വെള്ളം കയറി വന്നത്. ആ ചായക്കടയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന് ഒരു 150 മീറ്റർ മാറി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ലക്ഷ്മണന്റെ ചായക്കട. അതായത് നമ്മൾ ആ വഴിയെ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഇപ്പോൾ കാണുന്ന കാണുന്ന പോസ്റ്റും മരത്തിന്റെ പകുതിയോളം വെള്ളം കയറി വന്നിരുന്നു. ആ മരത്തിന്റെ പകുതിയോളം വെള്ളം കയറി വന്നിരുന്നു. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗം, ഇതുവഴിയാണ് ഗംഗാവാലി നദി ഇങ്ങോട്ടേക്ക് കയറിയതും ഈ റോഡിലൊക്കെ വെള്ളം നിറഞ്ഞതും. ഇത് ആ പാതയുടെ അങ്ങോട്ടേക്കുള്ള റീച്ചാണ്. അവിടെയൊക്കെ ഇപ്പോൾ മണ്ണ് കിടക്കുകയാണ്. ഇപ്പുറത്തുള്ള ഭാഗത്ത് മണ്ണ് പൂർണ്ണമായും വീണ് കിടക്കുകയാണ്. അപ്പോൾ പാത, അതിനുശേഷം ഇവിടെ വരുന്ന ഡിവൈഡർ, ഇത്രയും ഭാഗത്ത് വെള്ളം കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ വെള്ളം കയറി വന്ന ഭാഗം നമ്മളൊരു പോയിന്ററായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രീനിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കാണാമെന്ന് കരുതുന്നു. പഞ്ചർ ഒട്ടിക്കുന്ന കട, അതിനിപ്പുറത്ത് വേറൊരു ചെറിയ ചായക്കടയുണ്ട്. ആ ചായക്കടയുടെയും തൊട്ടിപ്പുറത്ത്, അതായത് തലനാരിഴയ്ക്കാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അല്ലേ അഭിലാഷ്? അതെ, തലനാരി. കാരണം ആ ഭായിയുടെ വിളി എന്ന് പറയുന്നത് എന്തോ, എനിക്കൊരു 9 മാസം പ്രായമുള്ളൊരു പെൺകുഞ്ഞുണ്ട്. അപ്പൊ കുഞ്ഞിനെ കാണാനോ അതിന്റെ വിളി കേൾക്കാനോ വേണ്ടിയിട്ട് ദൈവം വിളിപ്പിച്ച ഒരു വിളി പോലെയാണ് ആ 2 ഭായിമാരുടെ വിളി ഞങ്ങൾ കാണുന്നത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങളും ആ അപകടത്തിൽ പെട്ടേനെ അല്ലേ? അതെ. നമുക്ക് ഇനിയിപ്പോൾ അർജുൻ അപകടത്തിൽപ്പെട്ട ഇടം, ഈ പറയുന്ന ചായക്കടയുണ്ടല്ലോ, ഈ പഞ്ചർ കടയുടെ തൊട്ടിപ്പുറത്തുള്ള ചായക്കട, അതിലേക്കൊക്കെ വെള്ളം കയറിയിരുന്നോ? അതോ അതിന്റെ തൊട്ടിപ്പുറത്ത് കൂടി ഒഴുകി പോവുകയായിരുന്നോ? അതിന്റെ തൊട്ടിപ്പുറത്ത് കൂടി ഒഴുകി കയറി വരികയായിരുന്നു. റോഡിലേക്ക് വന്നു അല്ലേ പൂർണ്ണമായും?
റോഡിലോട്ട് വന്നു. ആ വെള്ളം വരുന്നത് കണ്ട് ആ രണ്ട് കടക്കാരും തൽക്ഷണം തന്നെ അടച്ചവർ പോവുകയാണ് ചെയ്തത്. ഈ ലക്ഷ്മണന്റെ ചായക്കട നമ്മളിപ്പോൾ കാണുന്ന ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ടാണ് നേരത്തെ പലരും പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു മരച്ചുവട്ടിലാണോ ലക്ഷ്മണന്റെ ചായക്കടയും? നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഒരു മരച്ചുവട്ടിലാണ് ലക്ഷ്മണന്റെ ചായക്കട ഉള്ളത്. അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ ടാങ്കർ കിടക്കുന്നതിന്റെ നേരെ എതിർവശത്ത് നമ്മൾ വലതുഭാഗത്ത്, അതെ, ഈ ടാങ്കറിന്റെ ഭാഗത്തായുള്ള ആ നടുക്ക് ഇടഭാഗത്തായിട്ടാണ് ഈ ചായക്കടയുള്ളത്. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നത് 2 മരങ്ങൾ, അതിനിടയിൽ ഒരു ചെറിയ ചായക്കട. ഈ ഡ്രൈവർമാരെ നിത്യം അവിടെ നിർത്തി ചായ കുടിക്കാന്നനുസരിച്ച് കുറെ ഡ്രൈവർമാർ ആ റൂട്ടിൽ ഓടുന്നതാണ്. അപ്പൊ ഈ നിർത്തി അവിടെ ചായ കുടിക്കുകയും ഒപ്പം തന്നെ ഞങ്ങൾക്ക് കുളിക്കാനും എല്ലാം സൗകര്യമുള്ളൊരു ചായക്കടയാണത്. അതായത് അവരുടെ വീടും കൂടിയുണ്ട്. ഇപ്പോൾ കാണുന്നതാണോ എന്ന് നോക്കാമോ? അത് തന്നെ. അതായത് മരച്ചുവട്ടിലുള്ള ഒരു ചായക്കടയാണ്. അത് തന്നെ, മരച്ചുവട്ടിലുള്ള ചായക്കടയാണ്. അപ്പോൾ 2 മരങ്ങൾക്കിടയിലുള്ള ഒരു ചായക്കട. അതിൽ ഒരു മരമാണ് ഇവിടെ ഈ കടപുഴകി കിടക്കുന്നത് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം. കാരണം ഗംഗാവാലി നദി കരകവിഞ്ഞ് കയറിയിരിക്കുന്നത് ഇവിടേക്കാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അഭിലാഷിനോട് സംസാരിച്ചതിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിയുന്നത് ബുള്ളറ്റ് ടാങ്കർ ഒഴുകിപ്പോയത്, ഒപ്പം ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ ചായക്കട ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. അതിന് ഇപ്പുറത്തുണ്ടായിരുന്ന, ഇവിടെ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ടാങ്കറാണ് നദിയിലേക്ക് പതിച്ചതും ആ ടാങ്കർ ഒഴുകി പോകുന്നതാണ് അഭിലാഷ് കണ്ടതും. അഭിലാഷ്, ഇനി അർജുൻ അപകടത്തിൽപ്പെട്ട ഭാഗം, അതായത് മണ്ണിടിച്ചിലുണ്ടായി മണ്ണിനടിയിലേക്ക് ഇരുന്നു പോയിട്ടുണ്ടാകും ആ ലോറി എന്ന് അഭിലാഷ് കരുതുന്ന ഭാഗം, ഈ ഓപ്പോസിറ്റ് കിടക്കുന്ന 2 ടാങ്കറുകൾ, ഇത് പഴയ ദൃശ്യമാണ്, അതായത് ഗൂഗിൾ ഇമേജാണ്. ഈ ടാങ്കർ കിടക്കുന്ന ഈ ഭാഗത്താണോ, അതായത് ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് നേരെ എതിർഭാഗത്തായിട്ടാണോ അർജുന്റെ ലോറി ഉണ്ടായിരുന്നത്? അത് ലോറി എവിടെയാണ് കറക്റ്റ് നിർത്തിയതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം വെളുപ്പിന് വന്ന വണ്ടിയാണല്ലോ. ഞങ്ങൾ ഏകദേശം അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു 7:45 അടുത്തു. അഭിലാഷ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അർജുന്റെ വണ്ടിക്ക് മുന്നിലോ പിന്നിലോ ആയി ഒരു ടാങ്കർ ലോറി കൂടി പാർക്ക് ചെയ്തിരുന്നു. നിങ്ങൾ എടുത്തു മാറ്റി എന്ന് പറയുന്ന ടാങ്കർ ലോറി ആ ടാങ്കർ ലോറിയാണ് ഞങ്ങൾ എടുത്തു മാറ്റിയത്. അപ്പോൾ അപകടത്തിൽപ്പെട്ടത്, നമുക്ക് ഒരു കാര്യം കൃത്യമായി ഉറപ്പിക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്, അപകടത്തിൽപ്പെട്ടത് അർജുന്റെ ലോറിയും ഒപ്പം ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ടാങ്കർ ലോറിയുമാണ്. 2 വാഹനങ്ങളാണ് ഈ മണ്ണിടിച്ചിലിൽ പെട്ടുപോയിരിക്കുന്നത്. അർജുന്റെ വാഹനത്തിന് മുന്നിലോ പിന്നിലോ ആയി ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ അതുവഴി കടന്നുപോയ വിനീഷ് കൃത്യമായി പറഞ്ഞതാണ്. വിനീഷ് 8 മണിക്ക് അതുവഴി കടന്നു പോകുമ്പോൾ അവിടെ അർജുന്റെ വാഹനവും അതോടൊപ്പം ഒരു ടാങ്കർ ലോറിയും ഉണ്ടായിരുന്നു. ആ ടാങ്കർ ലോറി നീക്കിയിട്ടയാളാണ് അഭിലാഷ്. ആ ടാങ്കർ ലോറി നീക്കി അതിന് തൊട്ടു ചേർന്ന് വരെ മണ്ണിടിഞ്ഞു കിടക്കുകയായിരുന്നു. ആ ടാങ്കർ അതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല? ഇല്ല, ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിലെ മൊത്തം തപ്പി. ഞങ്ങൾ എന്താ പറയുന്നത്, ആ പുള്ളി ഈ വണ്ടി ഇട്ടിട്ട് എവിടെ വരെ പോയി എന്നറിയാൻ വേണ്ടി ഞങ്ങൾ അതിലെ മൊത്തം തപ്പി. പക്ഷെ കണ്ടു കിട്ടിയില്ല ആ പുള്ളിനെ. അതിനുശേഷമാണ് എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവർ പോയി ആ വണ്ടി നീക്കിയിടുന്നത്. വണ്ടി നീക്കിയിട്ടു, പക്ഷെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറെ കിട്ടിയില്ല. ഡ്രൈവറെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നീട് കിട്ടിയ മൃതദേഹം അദ്ദേഹത്തിന്റേതാണോ നമുക്കറിയത്തില്ല. പിന്നീട് കിട്ടിയ മൃതദേഹം അദ്ദേഹത്തിന്റെ ആണോ എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ ഡ്രൈവറും മരിച്ചു എന്നാണ് നമ്മൾ കേട്ടത്. ആ ടാങ്കർ നിങ്ങൾ നീക്കിയിട്ടു, പക്ഷേ അതിന് തൊട്ടടുത്ത് വരെ മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. അതെ. അഭിലാഷ്, ഒരു കാര്യം കൂടി, ആ ടാങ്കർ അതായത് ഈ പറയുന്ന മല ഇടിഞ്ഞതിനോട് ചേർന്നായിരുന്നോ പാർക്ക് ചെയ്തിരുന്നത്? അതായത് വെള്ളവരയ്ക്ക് ഉള്ളിലായിട്ടാണോ, അതായത് മലയോട് ചേർന്നായിരുന്നോ പാർക്ക് ചെയ്തിരുന്നത്? മലയോട് ചേർന്നായിരുന്നു ആ ടാങ്കർ പാർക്ക് ചെയ്തിരുന്നത്. മലയോട് ചേർന്നായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. അതിന്റെ തൊട്ട് പിന്നിൽ വരെ മല ഇടിഞ്ഞു വീണു. അതെ. അതിനുശേഷമാണ് ഈ പറഞ്ഞ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. ആ മറ്റേ ടവറ് മേളിലോട്ട് ഉയർന്നു പൊങ്ങിയത്. ഓക്കെ. അഭിലാഷ്, ഒരു കാര്യം കൂടി, അതായത് നിങ്ങൾ നീക്കിയിട്ട ടാങ്കർ ലോറി, അതിന് പിന്നിൽ വരെ മണ്ണ്, ആ മല ഒന്നാകെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതിനടിയിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള വാഹനങ്ങളോ വ്യക്തികളോ ഒക്കെ കുടുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ ഇത് നീക്കിയിടുമ്പോൾ അവിടെ നിന്ന് ഒന്നും തെന്നി നീങ്ങുന്നതോ അല്ലെങ്കിൽ പുഴയിലേക്ക് പോയി വീഴുന്നതോ അഭിലാഷ് കണ്ടിട്ടേ ഇല്ലല്ലോ? ഇല്ല, കണ്ടിട്ടില്ല. അവിടെ നിന്ന് മണ്ണ് പൂർണ്ണമായും ആ മറുഭാഗത്തുള്ള ഹോട്ടൽ കൂടി എടുത്ത് നദിയിലേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് നേരെ എതിർഭാഗത്തല്ലേ ഈ ടാങ്കർ ലോറിയും കിടന്നിരുന്നത്? അതെ. പഞ്ചർ കടയ്ക്ക് മുന്നിലല്ലല്ലോ? അതായത് ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചോളൂ. അല്ല.
ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് നേരെ എതിർവശത്താണ് ഈ ടാങ്കർ ലോറിയും നിങ്ങൾ മാറ്റിയിട്ട ടാങ്കർ ലോറിയും കിടന്നിരുന്നത്. അതെ അതെ അതെ, ലക്ഷ്മണന്റെ അതായത് ലക്ഷ്മണൻ ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങൾ മാറ്റിയിട്ടിരുന്ന ടാങ്കർ ലോറി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടാങ്കർ ലോറിയാണ് അഭിലാഷും ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറും എടുത്തു മാറ്റിയത്. നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. രക്ഷാപ്രവർത്തകർ ഈ വിവരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടർ ഈ ഒരു അപകടം നേരിട്ട് കണ്ട നാലാമത്തെ ആളോടാണ്, അല്ലെങ്കിൽ ഒരാൾ ഫോണിൽ സംസാരിച്ചു, 3 പേർ നേരിട്ട് കണ്ടു, അതിൽ മൂന്നാമത്തെ ആളോടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അഭിലാഷ് ഈ അപകടം ഉണ്ടാകുമ്പോൾ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നയാളാണ്, ഓൺ സ്പോട്ട് ഉണ്ടായിരുന്ന ഡ്രൈവർ അഭിലാഷാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അഭിലാഷ് പറഞ്ഞ കാര്യങ്ങൾ ഈ രക്ഷാദൗത്യത്തിന് പ്രയോജനകരമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.